എടാ അമ്മനെ പറയടാ. നാളെ സെറ്റല്ലേ? ഇനി മറ്റന്നാള് കോളേജിൽ പോകണ്ടേ? ആടാ ഞാൻ ഇവിടുന്ന് രാവിലെ ഇറങ്ങൂടാ. രാത്രി ആകുമ്പോഴത്തേക്ക് അവിടെ എത്തും. പിന്നെ അവിടെ താമസിക്കുന്ന സാധനമൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു. അയാൾ വല്ലതും പറഞ്ഞായിരുന്നോ ഓണർ? പുള്ളി എടുത്ത് മാറ്റിയിട്ടില്ലെന്നടാ. ആ പെണ്ണുങ്ങൾ അവിടെ വേറെന്തോ പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഓണർ അവരെ പുറത്താക്കിയതാ. നമ്മോട് ആ സാധനമൊക്കെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞാൽ പറഞ്ഞു. പറഞ്ഞോ? ആ എടാ, പിന്നെ ആ താക്കോല് ഓണർ അവിടെ ഒരു മതിലിന്റെ അടുത്ത് ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. അയാള് രാത്രി വരാൻ പറ്റൂലെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, നമുക്ക് എടുക്കാമല്ലോ, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ കിരണ് രാത്രി ആകുമ്പോഴത്തേക്ക് എത്തുവോ? അവനില്ലാന്നാടാ പറഞ്ഞേ. ഓ, അവനില്ലല്ലേ? എന്നാ കുഴപ്പമില്ലടാ. എടാ എവിടെ എത്തി നീ? മുത്തേ, ചെറിയ സീനുണ്ട്, ഞാനിന്ന് വരുന്നില്ല. നീ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടല്ലേടാ ഞാനിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആടാ, പക്ഷേ ഇന്ന് എനിക്ക് വീട്ടിൽ കുറച്ച് സീനുണ്ടായിരുന്നു, എന്തൊക്കെയോ തടസ്സങ്ങളാടാ, അതുകൊണ്ട് ഇന്ന് ഞാനില്ല. എടാ പോപ്പ, എന്ത് പരിപാടിയാടാ കാണിച്ചത്? ഇന്ന് ഈ രാത്രി ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കണ്ട? നീയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയത്. അവനോ വന്നില്ല. ഇനിയിപ്പോൾ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കണമല്ലോ. ഈ പെണ്ണുങ്ങൾക്ക് ഇത് തന്നെയായിരുന്നു പരിപാടി. കണ്ടിട്ട് തന്നെ പേടിയാവുന്നല്ലോ. ഈ പാട്ട ക്ലോക്കിൽ നിന്നാണോ ഈ ഒച്ച കേട്ടെ?
ഹലോ, എടാ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ് അതിന്റെ സൗണ്ട് വല്ലാതിരിക്കുന്നത്? ഇന്നലെ കിടന്നപ്പോ ഒരു സ്വപ്നം കണ്ടടാ. എടാ ഞാനും കണ്ടടാ സ്വപ്നം. അവിടെ താമസിച്ച പെമ്പിള്ളേരുണ്ടല്ലോ, അവര് ശരിയല്ല. അവര് എന്തോ ആത്മാവിനെ വിളിക്കലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ ഓണർ ആ വീട്ടിലേക്ക് കയറി വന്നേ. അപ്പോഴാണ് അവരെ പുള്ളി പുറത്താക്കിയത്. ആ ആത്മാവ് ഇപ്പോഴും ആ വീട്ടിൽ തന്നെ ഉണ്ടടാ. അവിടെ ഒരു ക്ലോക്ക് ഉണ്ട്, അതിനകത്ത് ആ ആത്മാവ് ഉള്ളത്. എടാ നമുക്ക് ആ വീട് വേണ്ടടാ, അത് ശരിയാവത്തില്ല. നമുക്ക് അവിടെ നിന്ന് പോവാം. എടാ അപ്പം നീ അവനെ വിളിച്ചായിരുന്നോ?